ഹലോ ഗൈസ്, ട്രിപ്പിൻ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ നല്ലൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡൽഹി മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിലെ മറ്റൊരു നല്ല സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നമ്മുടെ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിനുള്ളിൽ ഈ സ്ഥലത്ത് കയറണമെങ്കിൽ നമുക്ക് 50 രൂപ ടോക്കൺ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളിൽ കയറി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ 2 സ്ഥലങ്ങളുടെ വിശേഷങ്ങളാണ് പറയുന്നത്. ഒന്ന് മെറ്റ്കാൾഫ് ഹൗസും രണ്ടാമത്തേത് കുലൈക്വാൻ ടോംബും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിലോട്ട് പോകാം, കാഴ്ചകളെല്ലാം കണ്ടറിയാം. 19-ാം നൂറ്റാണ്ടിൽ ഡൽഹിയിൽ നിർമ്മിച്ച 2 പാർപ്പിട ഭവനങ്ങളുടെ പേരാണ് മെറ്റ്കാൾഫ് ഹൗസ്. ഒന്ന് ഓൾഡ് ഡൽഹി സിവിൽ ലൈനിന് സമീപവും മറ്റൊന്ന് ദക്ഷിണ ഡൽഹിയിലെ മെഹ്റോളിയിലുമാണ് ഇത്. ബഹദൂർ ഷാ സഫറിൻ്റെ മുഗൾ കൊട്ടാരത്തിൽ ഗവർണർ ജനറലിൻ്റെ അവസാനത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നപ്പോൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ സർ തോമസ് മെറ്റ്കാൾഫ് ആണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ടൗൺ ഹൗസ് എന്ന് വിളിക്കപ്പെടുന്ന സിവിൽ ലൈനുകൾക്ക് സമീപമുള്ള ആദ്യത്തെ വീട് 1835 കൊളോണിയൽ ശൈലിയിൽ ഇന്നത്തെ ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനലിന് സമീപം നിർമ്മിച്ചതാണ്. 1853 മരിക്കുന്നതുവരെ അദ്ദേഹം അവിടെ താമസിച്ചു. 1857 ഇന്ത്യൻ കലാപത്തിൽ ഇതിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ഇത് പിന്നീട് നന്നാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ സർ തിയോഫിലസ് മെറ്റ്കാൾഫ് അത് പാരമ്പര്യമായി ലഭിച്ചു. ഒടുവിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൈവശമാകുന്നതിന് മുമ്പ് വീട് പലതവണ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. 1920-നും 1926-നും ഇടയിൽ ഇത് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സംസ്ഥാന കൗൺസിലിൻ്റെ ആസ്ഥാനമായും തുടർന്നു. ഇത് ഒടുവിൽ നിലവിലെ രാജ്യസഭയ്ക്ക് വഴിയൊരുക്കുകയും ന്യൂഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം വരെ ഡിഫൻസ് സയൻറ്റിഫിക് ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ, ഡിഫൻസ് ടെറൈൻ റിസർച്ച് ലബോറട്ടറി എന്നിവയുടെയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ മറ്റു പല വിഭാഗങ്ങളുടെയും വളരെ സുരക്ഷിതമായ ഓഫീസുകളും വസതികളും ഇപ്പോൾ ഇവിടെയുണ്ട്. സന്ദർശകർക്കും ഫോട്ടോഗ്രാഫിക്കും ഇത് പരിധിക്കപ്പുറമാണ്. ഒരുപാട് ആളുകളാണ് ഇവിടെ സന്ദർശകരായിട്ട് എത്തുന്നത്. നമ്മൾ ഈ കാണുന്ന മെറ്റ്കാൾഫ് ബോട്ട് ഹൗസിൻ്റെ തീരത്തിരുന്ന് സൊറ പറയാൻ കമിതാക്കളാണ് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സായിട്ട് എത്തുന്നത്. ദ റിട്രീറ്റ് അല്ലെങ്കിൽ ദിൽകുഷ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ മെറ്റ്കാൾഫ് ഹൗസ് ദക്ഷിണ ഡൽഹിയിലെ മെഹ്റോളിയിലെ കുത്തബ് കോംപ്ലക്സിൽ സർ തോമസ് തിയോഫിലസ് മെറ്റ്കാൾഫ് നിർമ്മിച്ചതാണ്. ഉറുദു ഭാഷയിൽ ദിൽകുഷ എന്നാൽ ഹൃദയത്തിൻ്റെ ആനന്ദം എന്നാണ്. 16-ാം നൂറ്റാണ്ടിലെ കുലി ഖാൻ്റെ മുഗൾ ശവകുടീരം യഥാർത്ഥ ഇംഗ്ലീഷ് ശൈലിയിൽ അദ്ദേഹം നവീകരിച്ചു. ഹണിമൂൺ ആഘോഷിക്കുന്ന ദമ്പതികൾക്ക് ഗസ്റ്റ് ഹൗസ് എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ റിട്രീറ്റ് പാട്ടത്തിന് നൽകാറുണ്ടായിരുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് കുലീഫ് ഖാൻ്റെ ശവകുടീരം. കുത്തുബ് മിനാറിൽ നിന്ന് ആശ്വാസവും ഏകാന്തതയും തേടി ആരെങ്കിലും ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ മെഹ്റോളി പുരാവസ്തു പാർക്കാണ് അവർക്ക് ഏറ്റവും സന്ദർശിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം. പാർക്കിൽ അക്ബറിൻ്റെ വളർത്തു സഹോദരനെന്ന് വിശ്വസിക്കപ്പെടുന്ന മുഹമ്മദ് കുലി ഖാൻ്റെ ശവകുടീരമുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ചക്രവർത്തിയായ അക്ബറിൻ്റെ പിൻഗാമിയായ മഹാം അങ്കയിൽ ജനിച്ച കുലി ഖാൻ അക്ബറിൻ്റെ സൈന്യത്തിലെ സാധാരണക്കാരനായിരുന്നു. അല്ലാതെ ശവകുടീരം ആർക്കൊക്കെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിവില്ല. മഹത്തായ മുഗൾ വാസ്തുവിദ്യ അക്ബറിൻ്റെ ജീവിതത്തിൽ കുലി ഖാൻ്റെ പ്രാധാന്യത്തിന് സാക്ഷ്യമാണ്. ഇത് നിർമ്മിച്ച തീയതിയോ സ്മാരകം നിയോഗിച്ച രാജാവിൻ്റെ പേരോ ആർക്കും തന്നെ അറിയില്ല. മുഗൾ വാസ്തുവിദ്യയുടെ രൂപകൽപ്പന പോലെയാണ് ശവകുടീരം. ചുവരുകളിലെ കാലിഗ്രാഫി പോലും മാറ്റി നിർത്തിയാൽ മെഡലിനുകൾ ഒന്നുകിൽ ഖുറാൻ വാക്യങ്ങൾ കൊത്തിയതോ പുഷ്പ കാലിഗ്രാഫി കൊണ്ട് അലങ്കരിച്ചതോ ആണ്. ശവകുടീരത്തിലേക്ക് എത്താൻ ബദൽ വശങ്ങളിൽ പടികൾ കൊണ്ട് പൊതിഞ്ഞ ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മുഗൾ കാലഘട്ടത്തിൻ്റെ അവസാന കാലത്ത് സ്മാരകം പാട്ടത്തിന് നൽകിയത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിൻ്റെ
സാമ്രാജ്യത്വ കോടതിയിൽ ഇന്ത്യയുടെ ഗവർണറോട് കൂടിയാലോചന നടത്തിയിരുന്ന സർ തോമസ് തിയോഫിലസ് മെറ്റ്കാൽഫ് ആയിരുന്നു. ഹൃദയത്തിന്റെ ചാരുത എന്നർത്ഥമുള്ള ദിൽകുഷ എന്നാണ് ശവകുടീരത്തെ പരാമർശിച്ചത്. ഈ ദിവസങ്ങളിൽ സ്മാരകം ഒരു നിരോധിത സ്ഥലമാണ്. മെഹ്റോളി പുരാവസ്തു പാർക്ക് മുഴുവനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിചരണത്തിലും പോഷണത്തിലുമാണ് ഉള്ളത്. ജഹാംഗീറിന്റെ ഭരണകാലത്താണ് സ്മാരകം നിർമ്മിച്ചതെന്ന് പലരും അനുമാനിക്കുമ്പോൾ അത് നിർമ്മിച്ച കൃത്യമായ വർഷം ആർക്കും തന്നെ അറിയില്ല. അക്ബറിന്റെ വളർത്തു സഹോദരനായിരുന്ന കുലിഖാന്റെ സ്മാരകമാണ് ഈ സ്മാരകം. കഴിഞ്ഞ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ ഈ സ്മാരകം സർ തോമസ് തിയോഫിലസ് മെറ്റ്കാൾഫിന് പാട്ടത്തിന് നൽകിയതാണ്. സ്മാരകം സൂക്ഷിച്ചിരിക്കുന്നത് മെറ്റ്കാൾഫ് ആണ്. അദ്ദേഹം സ്മാരകത്തിൽ ഗേറ്റുകൾ പോലെയുള്ള ചില ഘടകങ്ങൾ ചേർക്കുകയും റോയൽ ബ്രിട്ടീഷ് ഓഫീസർമാർ ഉപയോഗിക്കുന്ന ഹണിമൂൺ ലക്ഷ്യസ്ഥാനമാക്കി സ്മാരകത്തെ മാറ്റുകയും ചെയ്തു. 1857 കലാപകാലത്ത് സ്മാരകത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചു. അതിനാൽ കാലക്രമേണ കല്ലറ മണ്ണൊലിപ്പിലൂടെ കടന്നുപോയി. പിന്നീട് ഇൻഡായ്ക്കാണ് സ്മാരകം അതിൻ്റെ യഥാർത്ഥ പ്രതാപത്തിലേക്ക് സംഭരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. സ്മാരകത്തിൻ്റെ സമുച്ചയം പുനഃസ്ഥാപിക്കുകയും നവീകരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇന്ന് സ്മാരകം കട്ടിയുള്ള സസ്യങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മതിൽ സമുച്ചയത്തെ മറികടന്ന് വന്യസസ്യങ്ങളുടെ വേഷം മാറി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നിരവധി സ്മാരകങ്ങളിൽ ഒന്നായ കുലിഖാൻ ശവകുടീരം കാണാതെ പോകരുതാത്ത ഒരു സ്മാരകമാണ്. ഡൽഹിയിൽ സന്ദർശനത്തിനായി വരുന്ന എല്ലാ സന്ദർശകരും കുത്തബ്മിനാർ കാണാൻ എത്തുമ്പോൾ കുത്തബ്മിനാറിന് അടുത്തുള്ള നമ്മളുടെ ഈ സ്ഥലങ്ങളും ഉറപ്പായിട്ടും കണ്ടിരിക്കണം. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരുപാട് പുരാവസ്തു സ്ഥലങ്ങളാണ് കുത്തബ്മിനാറിന് തൊട്ടടുത്തുള്ള മെഹ്റോളി എന്ന പ്രദേശത്തെ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിനുള്ളിലുള്ളത്. മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ടെങ്കിലും എല്ലാം തന്നെ നമുക്ക് ടോക്കൺ എടുത്ത് കാണേണ്ടതല്ല. നമ്മുടെ കുലീഫ് ഖാൻ ടോംബും അതുപോലെ തന്നെ മെൽക്കാഫ് ഹൗസ് ബോട്ട് സെൻറ്ററും മാത്രമാണ് നമ്മൾക്ക് ടോക്കൺ എടുത്ത് എൻട്രി ചെയ്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾക്ക് നടന്ന് സന്ദർശിക്കാവുന്നതാണ്. ഫീസുകൾ ഒന്നും തന്നെ ഇല്ല. സന്ദർശകർക്ക് ഈ സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടി ഏറ്റവും എത്തപ്പെടാൻ പറ്റുന്ന മാർഗം ഡൽഹി മെട്രോ തന്നെയാണ്. ഡൽഹി മെട്രോ യെല്ലോ ലൈന് കുത്തബ്മിനാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുത്തബ്മിനാർ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഷെയർ ഓട്ടോ 20 രൂപ ഒരാൾക്ക് നിരക്കിൽ വെച്ച് കുത്തബ്മിനാറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇറക്കും. അവിടുന്ന് കുത്തബ്മിനാർ കണ്ട് വിസിറ്റ് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്ക് വരുന്നത്. വേറെ വണ്ടിയൊന്നും വിളിക്കാതെ തന്നെ കാൽനടയായിട്ട് പോയി നമ്മൾക്ക് മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിലെ കാഴ്ചകളെല്ലാം തന്നെ കാണാൻ പറ്റുന്നതാണ്. മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിലെ പുരാതനമായ സ്ഥലങ്ങൾ എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സന്ദർശനത്തിന് പോകുന്നതിന് മുൻപ് എന്തൊക്കെ സ്ഥലങ്ങളാണ് കുത്തബ്മിനാറിന് അടുത്ത് നമ്മൾക്ക് കാണാനുള്ളത് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി എല്ലാ വീഡിയോസും ഒന്ന് കണ്ടോളുക. ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് കുത്തബ്മിനാറിന് അടുത്ത് കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്കും സബും ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർ കൂടി നമ്മുടെ ചാനൽ ലിങ്കും നമ്മുടെ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ചങ്കുകളും ഒരു തവണയെങ്കിലും ഡൽഹിക്ക് വന്നോളൂ. ഒരു 3-4 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഡൽഹി വന്ന് ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞു പോകുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ. നല്ല ക്ലൈമറ്റുമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും കാണുന്നത് വരേക്കും നന്ദി.